നേരിട്ട് എന്നെ കാണുന്ന സമയത്ത് പല സുഹൃത്തുക്കളും പല ഫോളോവേഴ്സും ചില പരിചയക്കാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വളരെ നിസ്സാരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടും? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് യൂട്യൂബ് നിങ്ങൾക്ക് തരിക? നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും വളരെ നിസ്സാരമായിട്ട് മറുപടി കൊടുക്കാനായിട്ട് ഇതിന് പറ്റാറില്ല. നിസ്സാരമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അത് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരിൽ ചില ആളുകൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് എന്തോ ഭീമമായിട്ടുള്ളത് കിട്ടുന്നുണ്ട്, അത് പറയാനായിട്ടുള്ള മടി കൊണ്ടാണ് എന്നുള്ളത്. മുന്നേ തന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരം ഫോളോവേഴ്സിന് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. യൂട്യൂബിൽ നിന്ന് എന്ത് ഈ മാസം കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടോ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ടോ സാധാരണയായിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വലിയ ധാരണയൊന്നുമില്ല. ഓരോ വീഡിയോയ്ക്കും ഓരോ പേയ്മെന്റ് ആണ്. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, 15 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഉണ്ട്, അതിന് എനിക്ക് യൂട്യൂബ് 2000 രൂപ തന്നു എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 15 മിനിറ്റ് ഉള്ള വീഡിയോയ്ക്ക് ചിലപ്പോൾ എനിക്ക് 700 രൂപയായിരിക്കും തരുന്നത്. ഇങ്ങനെയുള്ളൊരു ഡിഫറൻസ് പല ആളുകൾക്കും പുതുമയുള്ള ഒരു ഇൻഫർമേഷനാണ്. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഉണ്ടാവുന്നത്? ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്ന ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് കമ്പനി ഏത് വീഡിയോയിൽ ആഡ് പ്ലേസ് ചെയ്യണം എന്നുള്ള അവരുടെ ചോയ്സാണ്. മികച്ച കമ്പനികൾ, നല്ല രീതിയിൽ പേയ്മെന്റ് നൽകുന്ന കമ്പനികൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ അവർ ആഡ് പ്ലേസ് ചെയ്യില്ല. അവർ ആഡ് പ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ വരുന്ന ആഡുകളുടെ എണ്ണം കുറയും. അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പേയ്മെന്റ് നൽകുന്ന കമ്പനികളുടെ ആഡുകളുടെ എണ്ണം കുറയും. പലപ്പോഴും ആളുകൾ യൂട്യൂബിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിനെതിരെ പ്രതികരിക്കൂ, നിങ്ങൾ ഈ ഒരു കാര്യത്തിനെതിരെ സംസാരിക്കൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ യൂട്യൂബ് എന്നാലും നീ ഇതിനെതിരെ സംസാരിച്ചല്ലോ, മിടുക്കനായിട്ടുള്ള പയ്യൻ, നിനക്ക് നല്ല പൈസ തന്നേക്കാം എന്ന് വിചാരിക്കില്ല. യൂട്യൂബിന് അങ്ങനെയുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സമൂഹ നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ദാരുണമായിട്ടുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളോ എന്നുള്ള കൺസിഡറേഷൻ ഒന്നുമില്ല. ആ ഒരു വീഡിയോയിൽ ദാരുണമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന, സങ്കടകരമായിട്ടുള്ള ഒരു റിയാലിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വീഡിയോയിൽ ആഡ് പ്ലേസ് ചെയ്യാനായിട്ട് കമ്പനികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പ്രതികരിക്കുന്ന, സത്യങ്ങൾ വിളിച്ചു പറയുന്ന, ഏറ്റവും ക്വാളിറ്റി ഉള്ളത് എന്ന് ആളുകൾ പറയുന്ന കണ്ടന്റുകൾക്ക് യൂട്യൂബിൽ കാര്യമായിട്ടുള്ള റവന്യൂ ലഭിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ മാസം നവംബർ മാസം എനിക്ക് 40,000-ൽ അധികമുള്ള ഒരു തുക യൂട്യൂബ് റവന്യൂ ആയിട്ട് വന്നു. എൻ്റെ റവന്യൂസിൽ ഏറ്റവും കുറവുള്ള ഒരു പേയ്മെന്റ് ആണ് ഈ 40,000 എന്നൊക്കെ പറയുന്നത്. ഞാനൊരു 75 ഒക്കെ മിനിമം ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു ടാർഗറ്റ് അതാണ്. ഇതൊരു സൈഡ് ഇൻകം ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും അല്ലേ? എന്ത് രസമാണ് മാസം 10,000-75,000 രൂപ നമുക്കൊരു സൈഡ് ഇൻകം ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026-ൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൈഡ് പരിപാടിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ 40,000 രൂപ അല്ലെങ്കിൽ ഈ 70,000 രൂപ ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുത്ത് 12 മണിക്കൂറിലധികം പണിയെടുത്ത് മരിക്കേണ്ടി വരും. കാരണം അത്രയധികം കഷ്ടപ്പാടാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ. ഞാൻ മുന്നേയൊക്കെ പല ആളുകളും പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു, യൂട്യൂബ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ, നല്ലൊരു സൈഡ് ഇൻകമാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കഷ്ടപ്പെടാനായിട്ട് മനസ്സുള്ള ആളുകൾക്ക് വേറെ ഒരു പരിപാടിയില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതല്ലാതെ ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ ഈ ഒരു വർഷം ആരും റെക്കമെൻഡ് ചെയ്യില്ല. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഒത്തിരിയധികം ആളുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, കുറേയധികം ആളുകൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്ക് മടുത്ത് പണ്ടാരടങ്ങിയിട്ട് നിർത്തിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഈ കൊല്ലം ആളുകൾ ഇറങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾക്കൊരു യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ ഫോണിലും അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ബ്രോഡ്വേയിൽ പോയിട്ട് ഒരു കടയിടുന്നത് പോലെയാണ്. അവിടെ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പല സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അതിനകത്ത് തട്ടിപ്പുകാരുണ്ടായിരിക്കാം, ചില ആളുകൾ ചീപ്പായിട്ട് സാധനങ്ങൾ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും, ചില ആളുകൾ മാർക്കറ്റിംഗ് ഗിമ്മിക്സ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ ഒരു പരിപാടി, ഒരു കടയിടുന്ന സമയത്ത്, യൂട്യൂബിൽ ഒരു കടയിടുന്ന സമയത്ത്, മലയാളം യൂട്യൂബ് കോണ്ടന്റ് ചന്തയിൽ നിങ്ങളൊരു ചെറിയ കടയിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരിയധികം കടകളുണ്ട്. ആ ഒരു കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്ത് ആളുകൾക്ക് കൊടുക്കുന്നു, എന്ത് ഓഫറിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ചന്തയിലെ പ്രധാനപ്പെട്ട സംഗതി. ഇതൊരു ചന്തയാണ്, വർണ്ണാഭമായിട്ടുള്ളൊരു ചന്തയാണ്. ബ്രോഡ്വേ മാർക്കറ്റ്, എറണാകുളത്തുള്ള ബ്രോഡ്വേ മാർക്കറ്റ് നിങ്ങൾക്കറിയാം. വളരെ രസമാണ് അതിലേക്ക് കയറി നടക്കാൻ വേണ്ടി. പെട്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കട എടുത്തു പറയാനായിട്ട് പറ്റില്ല. കാരണം മൊത്തത്തിൽ ഒരു ബഹളവും കളറും ഒക്കെ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഒരേപോലെ നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാണ് 2026-ലെ ഏറ്റവും വലിയ ചലഞ്ച്. 3 രീതിയിലാണ് ആളുകൾ യൂട്യൂബ് ചാനലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 3 രീതിയിലാണ് അവർ അതിൽ നേട്ടം ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ആളുകൾ എന്താണ് വിൽക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് വിൽക്കുന്നത് അവരെ തന്നെയാണ്. പേഴ്സണലി അവരവരെ വിൽക്കുകയാണ്. ഞാനിതാണ്,
എൻ്റെ ഭാര്യ ഇതാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, എൻ്റെ വീട്ടിൽ അച്ഛനും ഉണ്ട് അമ്മയുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയോട് ഇടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. ഇങ്ങനെയുള്ള കഥകൾ ഇങ്ങനെ പറയുകയാണ്. ഞാനും എൻ്റെ ഇക്കയും കൂടെ ഇന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്, ഞങ്ങൾ ട്രിപ്പിന് പോയ സ്ഥലം ഇതാണ്, ഞങ്ങൾ താമസിച്ച റിസോർട്ട് ഇതാണ്. ഞങ്ങളെ അല്ലെങ്കിൽ അവരെ, വീട്ടിലുള്ള ആളുകളെ മൊത്തത്തിൽ ആളുകൾ മുൻപിലേക്ക് സെല്ല് ചെയ്യുന്ന, പേഴ്സണലി സെല്ല് ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ രീതിയിൽ നിന്നാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത്. ഇതിനാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സൈഡ് ഉള്ളത്. കാരണം നിങ്ങളെ തന്നെ വിൽക്കുന്ന സമയത്ത് ആളുകൾ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ചോയ്സുകളെയും നിങ്ങളുടെ റിലേഷൻസിനെയും എല്ലാം ജഡ്ജ് ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാ നെഗറ്റീവുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും റിസ്ക് പിടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഈ രീതിയിൽ പണം ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഈ രീതിയിൽ പണം ഉണ്ടാക്കുന്ന ആളുകളാണ് യൂട്യൂബിൽ നിന്ന് ഒത്തിരിയധികം ഏൺ ചെയ്യുന്ന ആളുകൾ. മുന്നത്തെ ആ ഒരു ബ്രോഡ്വേ മാർക്കറ്റിനെ കുറിച്ചൊരു ചിന്തിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കുറേയധികം കടകൾ കാണുന്നുണ്ട്. ആ ഒരു കടയിൽ നിന്ന് സുന്ദരനും സുന്ദരിയുമായിട്ടുള്ള ഒരു യുവാവും യുവതിയും കുറച്ച് ആളുകളും ഇറങ്ങി വന്ന് നിങ്ങളെ നേരിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു കടയിലേക്ക് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? അവർ നേരിട്ട് ഇറങ്ങി വന്നു. ഇങ്ങനെ നേരിട്ട് ഇറങ്ങി വരുന്ന ഒത്തിരിയധികം ആളുകളുടെ ലൈഫ് സ്റ്റൈലാണ് യൂട്യൂബിൽ ഏറ്റവും കളർഫുൾ ആയിട്ട് നമുക്ക് നോക്കിക്കാണാനായിട്ട് വരുന്നത്. ഇതിന്റെ മറ്റൊരു നെഗറ്റീവ് സൈഡും ഏറ്റവും വലിയ ലോസും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പണിയെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 5 ആളുകൾ, ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഫുൾ ടൈം പണിയെടുക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള ഇൻകം ഒന്നും പലപ്പോഴും പല ആളുകൾക്കും അർഹിക്കുന്ന മാന്യമായിട്ടുള്ള രീതിയിൽ യൂട്യൂബിൽ നിന്ന് കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ രാവിലെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താണ് നിങ്ങളുടെ പണി? യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പണിക്കാർ റെഡി ആവേണ്ടതുണ്ട്. അത് ആരൊക്കെയാണ്? വീട്ടിലുള്ള അംഗങ്ങൾ. അവരെല്ലാവരും പല മാനസികാവസ്ഥയിലായിരിക്കും. അവരിൽ ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പണക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും. അതെല്ലാം മറന്നിട്ട് അവർക്ക് അഭിനയിക്കേണ്ടി വരുന്നു. അവർ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗിലെ ഒരു അംഗം പറഞ്ഞാണ്, അദ്ദേഹം നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്, വീട്ടിലുള്ള ഒരാളുടെ ഐഡിയയിലായിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കുന്നത്. അത് വീട്ടിലെ വിവാഹം കഴിച്ചു വന്ന മരുമകളുടെ ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ഇളയ പെങ്ങളുടെ ഐഡിയ ആയിരിക്കാം. ബാക്കിയുള്ള ആളുകളൊക്കെ അറിയാതെ അതിൻ്റെ ഭാഗമായി മാറുകയാണ്. പണം വരുന്നത് ഒരാൾക്കാണ്, ഒരാളാണ് അത് ക്രിയേറ്റ് ചെയ്തത്, അയാളാണ് അതിൻ്റെ ഓണർ. ഇവിടെ പലപ്പോഴും ഈക്വലി ട്രീറ്റ് ചെയ്യപ്പെടാറില്ല. ആരാണോ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത് അവർ ബാക്കിയുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമോ അതിൽ നിന്ന് കിട്ടുന്ന ഫെയിമോ ഒന്നും ഈക്വലായിട്ട് പങ്കുവയ്ക്കാറില്ല. അങ്ങനെ സാധിക്കാറില്ല. അതേപോലെ തന്നെ പല ആളുകൾക്കും, അംഗങ്ങളായിട്ടുള്ള പല ആളുകൾക്കും ഇതിൻ്റെ ആ ഒരു മാനേജിങ്ങിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം എന്നുകൂടിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതൃപ്തികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ കൊളോക്കിലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വാമൊഴിയായിട്ട് എപ്പോഴും പകർന്നു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബന്ധുക്കളുടെ കൂടെ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടൊക്കെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് കുടുംബാംഗങ്ങളെ ഒത്തൊരുമിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തുക എന്ന് പറയുന്നത്. കുടുംബാംഗങ്ങളെ ഒത്തൊരുമിച്ചിട്ട് വെറുതെ തന്നെ കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. അപ്പോഴാണ് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്നത്, എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട്. നമുക്കറിയാം ഫാമിലി വ്ളോഗ്സിലൊക്കെ പലപ്പോഴും ആളുകൾ തമ്മിലടിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുന്നതും പ്രത്യാരോപണങ്ങൾ നടത്തുന്നതും അങ്ങനെ മൊത്തത്തിൽ അവരുടെ ഇമേജ് തന്നെ തകരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം അവർ അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് ആളുകൾ പറയാറുണ്ട് എന്നുണ്ടെങ്കിലും മിക്കവാറും കേസുകളിൽ ഇത്തരത്തിലുള്ള ചില അതൃപ്തികളൊക്കെയാണ് അതിനിടയിൽ കടന്നു കളിക്കുന്നത്. ഇങ്ങനെ കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിട്ട് ഇതുപോലെ സ്വയം വിൽക്കപ്പെടുന്ന ഒരു പരിപാടിയിലേക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ വലിയ ടഫാണ്. അതിന് വലിയ കമ്മിറ്റ്മെന്റ് വേണം. അങ്ങനെ കമ്മിറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കത് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ക്യാമറയുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളൊക്കെ അതനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യുന്ന, അഭിനയിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ സ്വപ്നങ്ങൾ നെയ്തെടുക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ കൂട്ടർ ആരാണ്? യൂട്യൂബിൽ നമ്മൾ കാണുന്ന വർണ്ണശബളമായിട്ടുള്ള ഔട്ട്ലുക്കിൽ നിൽക്കുന്ന രണ്ടാമത്തെ കൂട്ടർ ആരാണ്? അവരാണ് യൂട്യൂബിനെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെ, സോഷ്യൽ മീഡിയയെ തങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു ഇൻകത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്ന ആളുകൾ. അതായത് ഒരു സെലിബ്രിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് പകർന്നു തരുന്ന ട്യൂഷനൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കാം. ഇവരുടെ മെയിൻ പരിപാടി എന്താണ്? ഇവർക്ക് ഒരു സ്കില്ലുണ്ട്, ഇവർക്ക് നല്ല ബിസിനസ് സ്കിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് നല്ല ടീച്ചിങ് സ്കിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവർ മുന്നിലേക്ക് വന്നിട്ട് അവരുടെ മറ്റ് പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ മുൻപിലേക്ക് ഒരു സോഷ്യൽ മീഡിയ ഇമേജുമായിട്ട് വരുന്നു. ഇപ്പോൾ അവർക്കൊരു ഓർണമെന്റ് ബ്രാൻഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ടായിരിക്കാം. അവർ അവിടെ വന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ആ ഒരു ഡ്രസ്സൊക്കെ
ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൽ ആകൃഷ്ടരാവുകയും നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് അവരെ തേടി പോവുകയും ചെയ്യും. ഞാൻ തന്നെ യൂട്യൂബിൽ 2 വർഷം മുൻപ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഫൗണ്ടേഷൻ കോഴ്സസ് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റേതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 1000 റേറ്റിലായിരുന്നു ആ ഒരു കോഴ്സുകൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്തത്. ഇപ്പോഴും അത് ആളുകൾ എടുക്കുന്നുണ്ട്. അതെന്താണ്? എൻ്റെ ഒരു സ്കില്ലിനെ ഞാൻ വേറൊരു രീതിയിൽ മാർക്കറ്റ് ചെയ്തതാണ്. എനിക്ക് മറ്റേ സ്കില്ലില്ല. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്കില്ലില്ല. ഞാൻ എന്നെ തന്നെയോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെയോ എൻ്റെ പേഴ്സണൽ ലൈഫിനെയോ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എൻ്റെ പ്രൈവറ്റ് ലൈഫുണ്ട്. ഇവിടെ ഞാൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എൻ്റെ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ 2ാമത്തെ കാറ്റഗറിയിലുള്ള ആളല്ല. ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന 3ാമത്തെ കാറ്റഗറിയിലുള്ള ആളാണ്. കാരണം ഇവിടെ ഞാൻ എൻ്റെ വലിയ കാര്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും സെയിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വേറൊരു രീതിയിലേക്ക് അധികം കൺവേർട്ട് ചെയ്യുന്നില്ല. ബ്രാൻഡ് ഡീൽസ് എടുക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തെ മാത്രം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ട്രേഡിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഗൈഡൻസ് തരുന്ന കൺസൾട്ടേഷൻസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ലോയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നിയമോപദേശങ്ങളൊക്കെ തരുന്നു. അതുവഴി നിങ്ങൾ അവരുടെ അടുത്ത് നിയമോപദേശം തേടാനായിട്ടുള്ള ഒരു നമ്പരും കൊടുക്കുന്നു. അവർക്ക് അങ്ങനെ കേസസും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ചില ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫ്രീ ആയിട്ട് എക്സാം പ്രിപ്പറേഷൻ ലൈവ് ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അവർ യൂട്യൂബിൽ നിന്ന് റവന്യൂ എടുക്കുന്നില്ല, അവരതിന് വലിയ കാര്യമായിട്ടുള്ള പബ്ലിസിറ്റി കൊടുക്കുന്നു. ഞങ്ങൾ യൂട്യൂബിൻ്റെ ആഡ്സ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവരുടെ മെയിൻ ബിസിനസ് എവിടെയാണ് നടക്കുന്നത്? ഈ യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നുമൊക്കെ അവരുടെ വീഡിയോസ് കണ്ട ആളുകൾ അവരുടെ അടുത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സിന് വരുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ അവരുടെ വലിയ വലിയ ഓഫീസുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടേക്ക് ആളുകൾ നേരിട്ടെത്തുന്നു. അങ്ങനെ നേരിട്ട് ആളുകളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മീഡിയമായിട്ട് മാത്രമാണ് അവർ സോഷ്യൽ മീഡിയ കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയ കൊണ്ട് വലിയ ഇൻകം ഉണ്ടാക്കുന്ന, കളർഫുൾ ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന 2ാമത്തെ കൂട്ടർ. ഇപ്പോൾ നമുക്കറിയാം, ഈ വലിയ ക്ലോത്തിങ് ബ്രാൻഡുകളൊക്കെ, ഇപ്പോൾ കോട്ടയത്ത് തന്നെ നമുക്കറിയാവുന്ന പ്രമുഖ ക്ലോത്തിങ് ബ്രാൻഡുണ്ട്. നിങ്ങൾക്ക് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർക്കത് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കോട്ടയത്ത് ഷീമാട്ടിയുണ്ട്, അല്ലെങ്കിൽ പുളിമൂട്ടിൽ സിൽക്സ് ഉണ്ട്, കല്യാണമുണ്ട്. അപ്പോൾ അവരെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലേക്ക് വെഡ്ഡിങ് പർച്ചേസിൻ്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് കോട്ടയത്ത് ഒരു കട മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവിടുത്തെ ആ ഒരു കടയുടെ ഉടമ മാറിയിട്ടുണ്ട്, അയാളെ എല്ലാവരും കൺസൾട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അയാളുടെ ആ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് കൊണ്ടാണ്, അയാളുടെ അടുത്ത് എഫേർട്ട് കൊണ്ടാണ്. അവർ എന്താണ് ചെയ്തത്? സോഷ്യൽ മീഡിയയിലെ റവന്യൂ ആണ് അവർ ഉദ്ദേശിച്ചത്. അല്ല, അവർ സോഷ്യൽ മീഡിയ വഴി അവരുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ അവരുടെ ഐഡിയയെ സെല്ല് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അത് അവർ കറക്റ്റായിട്ട് ചെയ്തു, അത് കൺവേർട്ട് ചെയ്തെടുത്തു. അപ്പോൾ അവർ ആ ഒരു രീതിയിലേക്ക് ബിസിനസ്സിനെ മെയിനായിട്ട് വെച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ നമ്മൾ കാണുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ലൈഫിലേക്ക് എത്തി. ഇനി 3ാമത്തെ കൂട്ടർ ആരാണ്? ഈ വലിയ ചാനൽ ഭീമന്മാരെയോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളെയോ ഒന്നും ഞാൻ പെടുത്തുന്നില്ല. നമ്മൾ പേഴ്സണലായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കുറിച്ചിട്ട് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ കൂട്ടർ ആരാണ്? ഇപ്പം ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടം. ആദ്യത്തെ 2 കൂട്ടങ്ങളിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ വലിയ മല്ലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടം, ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടത്തിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതിലെ പരിപാടി എന്താണ്? ഇതും ബ്രോഡ്വേ മാർക്കറ്റിലെ പോലെയുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ബ്രോഡ്വേ മാർക്കറ്റിൽ ഒരു കടയൊക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കടയിൽ എന്താണ് എന്നുള്ളത് ഇവിടെ വന്ന് നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രം കയറി വരുന്ന, എല്ലാ ആളുകൾക്കും സെറ്റാവാത്ത തരത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു നീഷിൽ ഏതെങ്കിലും ഒരു ജോണറിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഞാനൊക്കെ ഉൾപ്പെടുന്ന ആളുകൾ. നമ്മുടെ വീഡിയോ ഒന്നും ഈ യൂട്യൂബിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ഉണ്ടാവില്ല. ഒരു സെലിബ്രിറ്റി അല്ല ആ ഒരു വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വിശകലനം നടത്തുന്ന ഏതോ ഒരു ചങ്ങായിയെ കാണാനായിട്ട് പലപ്പോഴും ആളുകൾ വരണമെന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയം അത്യാവശ്യം കോൺട്രവേഴ്സിലാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം പറയുന്ന 1 മിനിറ്റിൽ താഴെയുള്ള, അല്ലെങ്കിൽ 30 സെക്കൻഡ് 40 സെക്കൻഡിൽ താഴെയുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ബാക്കി കാണണോ വേണ്ടി ഒന്ന് തീരുമാനിക്കത്തുള്ളൂ. ഇതാണ് ഈ ഒരു ഏരിയയിലെ ഏറ്റവും വലിയ ചലഞ്ച്. പക്ഷേ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, എനിക്ക് എന്നെ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് വലിയ കാര്യമായിട്ടുള്ളൊരു സ്ട്രെസ്സ് എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് വരത്തില്ല. എന്നെ അധികം ആളുകൾ ജഡ്ജ് ചെയ്യില്ല. കണ്ടന്റുമായി ബന്ധപ്പെട്ട്, ആശയവുമായി ബന്ധപ്പെട്ട് ആളുകൾ ജഡ്ജ് ചെയ്യത്തുള്ളൂ. ഇനി 2ാമത്തെ കൂട്ടർ അനുഭവിക്കുന്നത് പോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് അങ്ങനെ സെയിൽസ് അച്ചീവ് ചെയ്യണം എന്നുള്ള പ്ലാനൊന്നും വലിയ കാര്യമായിട്ടുണ്ടാവില്ല. പലപ്പോഴും ഇതൊരു സൈഡായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതൊരു സൈഡായിട്ട് JB ഒക്കെ ചെയ്യുന്നത് പോലെ കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? അങ്ങനെ സൈഡായിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് 2026 പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് ചെയ്യാൻ വേണ്ടിയുള്ള എഫേർട്ടിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. എത്ര സമയമാണ് ആദ്യത്തെ 2 കൂട്ടർ ചെയ്യാത്ത രീതിയിലേക്ക് ഞാനൊക്കെ ചെയ്യുന്നത് പോലെയുള്ള വീഡിയോസ്
ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടി വരിക എന്നുള്ളത് ഒന്ന് നോക്കാം. അതിനെക്കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റഡ് ടൈം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇതിനു വേണ്ടി എത്ര സമയം ഞാൻ ആലോചിച്ചിട്ടുണ്ടാവും? മിനിമം 1.5 തൊട്ട് 2 മണിക്കൂർ വരെ ഒരു ദിവസം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 1.5 തൊട്ട് 2 മണിക്കൂർ കൊണ്ടൊന്നും പലപ്പോഴും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് റിസർച്ച് ചെയ്ത് തീരില്ല. പലപ്പോഴും ദിവസങ്ങളോളം മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കേട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ പല ആവർത്തി ചെയ്തതിന് ശേഷം ചിലപ്പോൾ ചെയ്യാതിരിക്കുകയും ചിലപ്പോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെയൊക്കെ ഞാൻ പിന്തുടരുന്നത്. പലപ്പോഴും എൻ്റെ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ഒരു വീഡിയോയുടെ റിസർച്ചിന് വേണ്ടി ഞാൻ എടുക്കാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ നടക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്താണ്? ബൺ മസ്കയുമായി ബന്ധപ്പെട്ട് മൃണാൾ പറഞ്ഞൊരു കാര്യം. മൃണാൾ പറഞ്ഞ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒരു റീലാണ്. ആ ഒരു റീല് കേൾക്കുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസ് അദ്ദേഹം റേസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ക്വസ്റ്റ്യൻസ് അല്ല റേസ് ചെയ്യുന്നത്, നമ്മളാണ് അതിനകത്തെ ക്വസ്റ്റ്യൻസ് ചെകഞ്ഞെടുക്കേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അയാൾ മിൽമയ്ക്കെതിരെയും അമൂലിനെതിരെയൊക്കെ വെറുതെ ബ്ലണ്ടറായിട്ടുള്ള ചില കാര്യങ്ങൾ അടിച്ചു വിടുന്നു, ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ വെറും ഒരു ബൺ മസ്കയെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടും അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഇത് 2 മണിക്കൂർ കൊണ്ട് തീരുമോ? ഇല്ല, പലപ്പോഴും ഇത് 3-4 മണിക്കൂറൊക്കെ എടുക്കും. ചില ആളുകൾ വിചാരിക്കുന്നത് ഞാനൊരു ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല, JB ചെയ്യുന്നത് പോലെ വന്ന് 1 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് വളരെ ഈസി അല്ലേ. പക്ഷേ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിസർച്ച് വേണം. ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. ചിലപ്പോൾ ഈ റിസർച്ച് എല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതിനകത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് 2 മണിക്കൂർ മാറ്റിവെക്കാം. 2 മണിക്കൂർ റിസർച്ചിന് വേണ്ടി എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും സ്ട്രക്ചറിങ്ങും ഉണ്ട്. പലപ്പോഴും ഞാൻ സ്ക്രിപ്റ്റുകൾ എഴുതാറില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പറയുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്കും 2 മണിക്കൂർ എടുക്കാറുണ്ട്, എഴുതി വെക്കാനല്ല, മൈൻഡിൽ ഇത് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി. ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടുകളായിട്ട് എഴുതിയിടും. മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഓർഡറിൽ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിടും. കാരണം ആ ഒരു ഓർഡർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ എല്ലാ സാധനവും വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ 3-4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ആലോചിച്ച കാര്യങ്ങൾ 10 മിനിറ്റിലേക്കും 20 മിനിറ്റിലേക്കും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഓർത്തെടുത്ത് പറയണമെന്നുണ്ട്. എന്നാലേ കണക്ഷൻ കിട്ടത്തുള്ളൂ. അതിനൊരു 2 മണിക്കൂർ മാറി. നമ്മൾ അത്ര വലിയ ബ്രില്യൻ്റ് ഒന്നും അല്ല, നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും 2 വെച്ച് കൂട്ടിക്കൊള്ളുക. അപ്പോൾ ആദ്യം ഐഡിയ റിസർച്ചിന് 2 മണിക്കൂർ, സ്ക്രിപ്റ്റിങ്ങും സ്ട്രക്ചറിങ്ങിനും 2 മണിക്കൂർ. ഇനി ഫിൽമിങ് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ടഫസ്റ്റ് സംഭവമാണ്. പല ആളുകളും പറയും നിങ്ങൾ കട്ടില്ല എന്നാണോ വീഡിയോ എടുക്കുന്നത്? അല്ല, പലപ്പോഴും കട്ട് വരാറുണ്ട്. ചില വീഡിയോസിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ 1/2 മണിക്കൂർ മിച്ചം ഷൂട്ട് ചെയ്താൽ പോലും കറക്റ്റ് ആവാറില്ല. അതിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരാറുണ്ട്. എനിക്കൊക്കെ ആ ഒരു ഫ്ലോ ലഭിക്കാൻ വേണ്ടി. നമ്മുടെ സൗണ്ട് ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അതേപോലെ മനസ്സിലാക്കേണ്ടത് ഈ ഫിലിമിങ്ങിലും പെർഫോമൻസിലും ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ത്രോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്കൊരു പനിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോഴും എൻ്റെ ത്രോട്ടിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തുമായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഒരു പ്രൊഫഷനിലെ, ഈ ഒരു പരിപാടിയിലെ ഈ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ സ്വയമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ലൈറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്, ഓഡിയോ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്യാമറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ക്യാമറ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്, ഓഡിയോ റെക്കോർഡിംഗ് എക്യുപ്മെൻറ്റ് നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ റെൻറ്റിന് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് ക്യാമറ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് വെച്ചു. സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റും എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് വലിയ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡേഷൻ ഒന്നും നടത്തിയിട്ടില്ല. ഈ ഒരു മൈക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചതാണ്. ഹോളിലാൻഡ് മാർക്ക് 2 എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഏകദേശം 12,000 രൂപ സംതിങ് അതിന് മുടക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചാർജിങ് കേസിലാണ് വരുന്നത്. അപ്പോൾ ഓരോ ഡിവൈസുകൾ സെപ്പറേറ്റ് എടുത്ത് കുത്തിയിടേണ്ട, ആ ഒരു കേസിനകത്ത് വെച്ച് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 മൈക്കുകളും അതിൻ്റെ റിസീവറും ഒക്കെ ചാർജ് ആയിക്കോളും. ഇതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പ്രോസസ്സിന് 1.5 തൊട്ട് 2 മണിക്കൂർ വരെ എടുക്കാം എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. ഞാനൊക്കെ ചില വീഡിയോസ് 1 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യാറുണ്ട്, ചിലത് 2 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യാറുണ്ട്, ചിലത് ഉച്ച വരെയൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. ഇതും ഇതിൻ്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ 3 കാര്യങ്ങൾ ചെയ്തു, 6 മണിക്കൂർ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് നിങ്ങളിൽ പല ആളുകൾക്കും വലിയ ഹെക്റ്റിക് ആയിട്ടുള്ള പരിപാടിയായിരിക്കും. ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ വീഡിയോ എഡിറ്റിങ്ങിന് എടുക്കും എന്നുള്ളതാണ് കണക്ക്. ചില ആളുകൾ ഇപ്പോൾ സീക്രട്ട് ഏജൻ്റൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ?
ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കട്ടില്ലാത്തതുകൊണ്ട് ചുമ്മാ എടുത്ത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. തമ്പനയിലും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ അപ്ലോഡ് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളൊരു ക്രിയേറ്റർ അല്ല. നമ്മൾ കണ്ടൻറ്റ് എന്താണോ ഒരു ടോപ്പിക്ക്, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പഠിച്ച് അതുമായി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണ്. നമുക്ക് 3 മുതൽ 4 മണിക്കൂർ വരെയൊക്കെ വീഡിയോ എഡിറ്റിങ്ങിന് എടുക്കും. എനിക്ക് 1 മണിക്കൂറേ വീഡിയോ എഡിറ്റിങ്ങിന് എടുക്കാറുള്ളൂ എൻ്റെ കേസിൽ. കാരണം ഞാൻ കാലങ്ങളായിട്ട് ഏകദേശം 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിൽ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ, പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നത് വരെ എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു. അന്ന് ഇപ്പോൾ യൂട്യൂബിൽ കിട്ടുന്ന എമൗണ്ട് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിൽ കൂടെ ഏൺ ചെയ്തിരുന്നു. വെഡിങ് വീഡിയോ വർക്ക് എനിക്ക് ഇപ്പോഴും നല്ല പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ മടുത്തിട്ട് നിർത്തിയതാണ്. കാരണം സ്ട്രെസ് പിടിച്ച പരിപാടിയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു, സൗണ്ടൊക്കെ കിട്ടി, എല്ലാം സെറ്റായി, പരിപാടി തീർന്നു. പരിപാടി തീർന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബ്രോഡ്വേ മാർക്കറ്റിനെയാണല്ലോ ഈ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കടമെടുത്തത്. അതിൽ വേറിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ആളുകൾ നിങ്ങളുടെ കടയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു തമ്പനയിൽ വേണം, നല്ലൊരു ടൈറ്റിൽ വേണം. അതിനെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ പുറത്ത് ആളുകൾ ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത് അഫോർഡ് ചെയ്യാനായിട്ട് വരില്ല. ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടി 400-500 രൂപയ്ക്കാണ് മിനിമം റേറ്റ്. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. 1 മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ നമുക്ക് ആ ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമെന്ന് വിചാരിക്കുക. എനിക്കൊരു 20 മിനിറ്റ് ഒക്കെയാണ് എടുക്കാറുള്ളത്. ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ തന്നെയാണ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ തമ്പനയിലും ടൈറ്റിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് നേരെ അപ്ലോഡ് ചെയ്യണം. ചുമ്മാ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പല സാഹചര്യങ്ങളിലും പറ്റാറില്ല. നമ്മളിതിൻ്റെ ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട്, ടാഗുകൾ കൊടുക്കേണ്ടതുണ്ട്, ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസിൻ്റെയൊക്കെ പെർഫോമൻസ് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ രീതിയിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വർക്കാവില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ട് ടൈറ്റിലിൽ കൊടുത്തിട്ട് ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ലിക്ക് ബെയ്റ്റുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ക്ലിക്ക് ബെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമായിട്ട് ഏതെങ്കിലും ബന്ധം ഉണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒട്ടും പെർഫോം ചെയ്യില്ല. ആളുകൾ വന്ന് ഇട്ടിട്ട് പോകും. വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തെറിയും നിങ്ങളെ വിളിച്ചിട്ട് പോകും. ഇതെല്ലാം ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു, പബ്ലിക്കാക്കി. പണി കഴിഞ്ഞോ? ഇല്ല, പണി കഴിഞ്ഞില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല രസമുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകണം, ഇൻകം ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ എങ്കിലും മിനിമം നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാനത് തുടക്കം മുതൽ ചെയ്യുന്നതാണ്. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് സൈഡ് നോക്കിയിട്ടല്ല, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനതങ്ങ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം, പല ആളുകളായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഒക്കെ വർത്തമാനം പറയാറുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു 1-2 മണിക്കൂർ അങ്ങോട്ട് മാറി കിട്ടും. ഞാനൊക്കെ 1-2 മണിക്കൂറിൽ അധികമൊക്കെ പലപ്പോഴും സ്പെൻഡ് ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര സമയം നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്യുന്ന തരത്തിലേക്കുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന സമയത്താണ് കേട്ടോ. എനിക്കതിനെക്കുറിച്ചിട്ടേ ഡയറക്റ്റായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെ വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഞാൻ ഈ ഒരു ഗൈഡൻസ് നൽകുന്നത്. ഇപ്പോൾ നിസ്സാരം ചാനൽ നിങ്ങൾക്കറിയാം, അതിൽ വലിയ കട്ടിയുള്ള ടോപ്പിക്കുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത് കാണാറുണ്ട്. എന്തോരം റിസർച്ച് വേണമെന്നറിയാം അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തൊരു കാര്യമുണ്ട്, വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു, നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മന്ത്ലി അക്കൗണ്ടിലേക്ക് പണം വരുമോ? ഇല്ല. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഈ ഒരു ആപ്പിൽ കയറി കൃത്യമായിട്ട് ഇതിൻ്റെ അനലിറ്റിക്സ് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. വീഡിയോസ് ഏതൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു, ഏതൊരു വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ലഭിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ഏതൊരു വീഡിയോസാണ് നമ്മുടെ പ്രേക്ഷകർ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ഏകദേശം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം അത് പഠിക്കണം. വെറുതെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ തീരെ റവന്യൂ ഇല്ലാത്ത വീഡിയോസ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതേപോലെ ആ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പോളിസി വയലേഷൻ ഉണ്ടോ, കോപ്പിറൈറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ വ്യൂസിൽ യൂട്യൂബ് എന്തെങ്കിലും സ്പാം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ, അറ്റ്ലീസ്റ്റ് നമുക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളതെങ്കിലും അറിയാൻ വേണ്ടി രാവിലെ വളരെ സന്തോഷത്തോടെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഒരു അനലിറ്റിക്സും നമ്മുടെ ചാനലിൻ്റെ പെർഫോമൻസും ഒക്കെ നമുക്കൊന്ന് വീക്ഷിക്കാൻ വേണ്ടി ഏകദേശം 1 മണിക്കൂർ അതിന് വേണ്ടി നമ്മൾ എടുക്കുക എന്ന് വിചാരിക്കുക. കാരണം അത്ര പണിയുണ്ടെന്നേ. കാരണം ഇതൊരു വലിയ പരിപാടിയാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയല്ല. അത് അങ്ങനെയൊക്കെ നോക്കിയാലേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ പിന്നീട് അക്കൗണ്ടിൽ പൈസ വരുന്നതും കാത്തിരുന്നിട്ട് കാര്യമില്ല. അതിന് തന്നെ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇനി അവസാനത്തെ 2 കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്? എനിക്ക് 40,000 വെച്ചിട്ട് ഈ പരിപാടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. 10 വീഡിയോയ്ക്ക് എനിക്ക് 40,000 രൂപ തന്നു, അല്ലെങ്കിൽ 15 വീഡിയോയ്ക്ക് എനിക്ക് 40,000 രൂപ തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പരിപാടി നിർത്തും. കാരണം എൻ്റെ ഒരു ഇൻകം അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് എനിക്കതൊരു വലിയ എമൗണ്ട് അല്ല. അപ്പം ഞാൻ ഈ ഒരു ചാനൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, ഇത്ര സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എനിക്ക് ബ്രാൻഡ് ഡീൽസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ ഇതിനകത്ത് പരസ്യം ചെയ്തു, ഇതിൽ പരസ്യം ചെയ്തു. 1,500 രൂപയ്ക്ക് നമ്മളൊരു പണിയെടുക്കുന്ന സമയത്ത് അതിൽ 5,000 രൂപ തൊട്ട് 10,000 രൂപ വരെയൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്കത് ചെയ്യാനായിട്ടുള്ള ആവേശം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നല്ലൊരു കണ്ടന്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിന് 1,500 രൂപയാണ് യൂട്യൂബ് തരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോഴാണ് നമ്മൾ സ്പോൺസേഴ്സിന് എടുക്കുന്നത്. സ്പോൺസേഴ്സ് എങ്ങനെയാണ് നമുക്ക് വരുന്നത്?
നല്ല ക്വാളിറ്റി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഞാൻ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ എനിക്ക് നല്ല നല്ല ഡീൽസ് വരത്തുള്ളൂ. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ ഫിനാൻഷ്യൽ സർവീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് പരസ്യങ്ങൾ വഴി. അപ്പോൾ ബ്രാൻഡ് കൊളാബുകൾ അങ്ങനെ എനിക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈലുള്ള ഒരാളായതുകൊണ്ടാണ് അങ്ങനെയുള്ള ഡീൽസ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഡീൽസ് കിട്ടുന്ന സമയത്താണ് നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നത്. അപ്പോൾ അവരൊക്കെയാണ് പലപ്പോഴും ഈ ഒരു കാര്യങ്ങളെ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡീൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് നല്ല ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് വേണം. നമ്മൾ വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പണിയുണ്ടോ? ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിനേക്കാളും ടഫാണ് ഒരു പരസ്യം ചെയ്യുക എന്നുള്ളത്. കാരണം അവരുടെ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് നമ്മൾ മൊത്തത്തിൽ വായിച്ചു നോക്കണം. നമ്മളതിനു വേണ്ടി ഒരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അവരുമായിട്ട് നമ്മളൊരു റേറ്റിൽ ഒരു ബാർഗെയിനിങ് ഒക്കെ നടത്തേണ്ടി വരും. സ്ഥിരമായിട്ട് നമുക്ക് ആഡ്സ് തരുന്ന ആളുകൾക്ക് നമ്മൾ ചില ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ചില സമയങ്ങളിൽ അവർക്ക് അത്ര നമുക്ക് തരാനായിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവർ പറയുന്ന എല്ലാ കീ പോയിൻറ്റ്സും ഉൾപ്പെടുത്തി വീഡിയോ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ കറക്ഷൻസ് എല്ലാം വീണ്ടും വീണ്ടും ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബ്രാൻഡ് കൊളാപ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. യൂട്യൂബ് തരുന്നതിലും കൂടുതൽ പേയ്മെൻറ്റ് ഒരു വീഡിയോയ്ക്ക് അവർ തരുമ്പോൾ അതനുസരിച്ചിട്ടുള്ള വർക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കാനായിട്ടും മെയിൽ ചെക്ക് ചെയ്യാനായിട്ടും റിപ്ലൈ അയക്കാനായിട്ടും അവർക്ക് ഇൻവോയ്സ് അയക്കാനായിട്ടും നമ്മൾ കറക്റ്റ് ഒരു ഓഫീസിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മണിക്കൂറുകൾ എടുക്കേണ്ടി വരും. അതിന് നമ്മൾ സമയം മാറ്റി വെക്കണം. ആ ഒരു സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു പെർമനൻറ്റ് ഇൻകം ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അവസാനമായിട്ടുള്ള കാര്യം എന്താണ്? ഇതൊക്കെ ചെയ്താലും നമ്മൾ നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഈ മാറ്റങ്ങൾ നമ്മൾ വീക്ഷിക്കണം. ബ്രോഡ്വേ മാർക്കറ്റിൽ എന്നെപ്പോലെ കണ്ടന്റാണ് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ ഓരോ ദിവസം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, പുതിയ അറിവുകൾ നേടേണ്ടതുണ്ട്, അനുഭവങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എഫേർട്ട് എടുക്കണം. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് വേണ്ട പരിപാടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിറ്റ് വേണമെങ്കിൽ കുറച്ച് കാലം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും, ആദ്യം പറഞ്ഞ കൂട്ടരുടെ കൂടെ. രണ്ടാമത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കില്ലുകളോ ഉണ്ട്, അത് കൂടുതൽ കച്ചവടം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിനൊരു മാധ്യമം ആക്കാൻ വേണ്ടി പറ്റും. അല്ല, എന്നെ പോലെ കണ്ടന്റാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇത്ര എഫേർട്ട് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. സെലിബ്രിറ്റികൾ ഇപ്പോൾ പേളിയുമാണ് ഒരു ഓഫീസൊക്കെ റൺ ചെയ്തിട്ടാണ് യൂട്യൂബ് ചാനലും ബാക്കിയുള്ള കണ്ടന്റ് ക്രിയേഷനും കൊണ്ടുപോകുന്നത്. അവരെ പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവരൊരു ഇൻ്റർവ്യൂ ഇടുന്ന സമയത്ത് തന്നെ ആ ഒരു ഫിലിമിൻ്റെ പ്രൊമോഷനായിരിക്കും, അതിന് അവർ ഭീമമായിട്ടുള്ള തുക വാങ്ങുന്നുണ്ടാവും. ഇവരൊന്നും യൂട്യൂബിൻ്റെ ഇൻകത്തിൽ നിന്നല്ല ഇത് മാനേജ് ചെയ്യുന്നത്. വേറെ കുറേയധികം പരിപാടികളുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് 2026 വരുമ്പോൾ ഇത്തിരി ടഫാണ്. അത്രയധികം സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ എന്നെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിലൊരു 50 ചാനൽസ് ഉണ്ടാവും. അവരുടെ എല്ലാവരുടെയും വീഡിയോസ് കാണാനായിട്ട് ഉള്ള ആളുകളുടെ എണ്ണമൊന്നും ഡെയിലി കൂടുന്നൊന്നുമില്ല. എല്ലാ ആളുകളും ഇപ്പോൾ നിലവിൽ യൂട്യൂബിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വിഹിതം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു വിഹിതം കൂടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൂടണം. ഭയങ്കര കോമ്പറ്റീഷനാണ്. ആ ഒരു കോമ്പറ്റീഷനൊപ്പം പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യവും ഒരു എക്യുപ്ഡ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പരിപാടി തന്നെയാണ്. കുറച്ച് ഫ്രീഡമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആരുടെയും അണ്ടറിലൊന്നും അല്ലല്ലോ പലപ്പോഴും. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.